Hello everyone, welcome back to my video. This is compliance and regulatory last part of questions. First question, an ABN must be signed when? Option A, once the insurance company has denied payment. B, before the service or procedure is provided to the patient. C, after services are rendered but before the claim is filed. D, once the denied claim has been appealed at the highest level. നമുക്കറിയാം ABN അഡ്വാൻസ് ബെനിഫിഷ്യറി നോട്ടീസ് എപ്പോഴും ഒരു സർവീസോ പ്രൊസീജിയറോ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നെയാണ് സൈൻ ചെയ്യിക്കുക. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, ബിഫോർ ദ സർവീസ് ഓർ പ്രൊസീജിയർ ഇസ് പ്രൊവൈഡഡ് ടു ദി പേഷ്യൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെഡിക്കൽ നെസസിറ്റി മീൻസ് വാട്ട്? എന്താണ് മെഡിക്കൽ നെസസിറ്റി എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ എ, വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് ദ പേഷ്യൻറ്റ് വിൽ സഫർ പെർമനൻറ്റ് ഡിസബിലിറ്റി ഓർ ഡെത്ത്. B, the service requires medical treatment. C, the condition of the patient justifies the service provided. Option D, the care provided met quality standards. അപ്പോൾ മെഡിക്കൽ നെസസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു സർവീസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ ഒരു ഫീവറുള്ള പേഷ്യൻറ്റിന് ഒരു ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷനും കൊണ്ട് ആ ഫീവറിന് എന്തെങ്കിലും ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫീവറിന് ക്യൂർ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് മെഡിക്കൽ നെസസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ് ജസ്റ്റിഫൈസ് ദ സർവീസ് പ്രൊവൈഡഡ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർവീസാണ്, ഒരു കണ്ടീഷന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്തത് എങ്കിൽ മാത്രമേ അവിടെ ക്ലെയിമുകൾ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ഇപ്പം ആവശ്യമില്ലാത്തൊരു സർവീസിന് വേണ്ടിയിട്ടാണ്, ആവശ്യമില്ലാത്തൊരു സർവീസാണ് മെഡിക്കൽ നെസസിറ്റി എന്ന് പറഞ്ഞ് ക്ലെയിമിന് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് റിജക്റ്റഡ് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അപ്രോപ്രിയേറ്റ് സർവീസിന് മാത്രമേ ക്ലെയിം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു അപ്രോപ്രിയേറ്റ് സർവീസിനെയാണ് മെഡിക്കൽ നെസസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question, which of the following statements is not true regarding Medicare Part A? താഴെ പറയുന്ന ഓപ്ഷൻസിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മെഡിക്കെയർ പാർട്ട് എയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മെഡിക്കെയർ പാർട്ട് എയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർവീസസ് ഏതൊക്കെയാണെന്ന് നോക്കുക, പിന്നെ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സർവീസസും നോക്കുക. ഓപ്ഷൻ എ, ഇറ്റ് ഹെൽപ്സ് കവർ ഹോം ഹെൽത്ത് കെയർ ചാർജസ്. B, it helps cover skilled nursing facility charges. C, it helps cover hospice charges. And option D, it helps cover outpatient charges. Option D, it helps cover outpatient charges ആണ് wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബിക്കോസ് പാർട്ട് എയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇൻപേഷ്യൻറ്റ് കെയർ ആണ്. അതായത് ഹോസ്പിറ്റൽ, സ്കിൽഡ് നഴ്സിംഗ് ഫെസിലിറ്റി, ഹോസ്പൈസ് ആൻഡ് ഹോം ഹെൽത്ത് കെയർ ഒക്കെയാണ് പാർട്ട് എയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പാർട്ട് എ കവർ ചെയ്യുന്ന സർവീസസ്. ഇനി പാർട്ട് ബി കവർ ചെയ്യുന്ന സർവീസസ് ആണ് ഡോക്ടർ സർവീസസ്, ഔട്ട് പേഷ്യൻറ്റ് കെയർ, ഹോം ഹെൽത്ത് സർവീസസ് ആൻഡ് അതർ മെഡിക്കൽ സർവീസസ്. അതായത് ഇൻപേഷ്യൻറ്റ് കെയർ എല്ലാം കവർ ചെയ്യുന്നത് പാർട്ട് എയിലും ഔട്ട് പേഷ്യൻറ്റ് കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നത് പാർട്ട് ബിയിലുമാണ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പാർട്ട് എനെ പറ്റിയിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പറയേണ്ടത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് അവിടെ ഔട്ട് പേഷ്യൻറ്റ് സർവീസാണ് പാർട്ട് എ കവർ ചെയ്യുന്നതെന്ന് പറയുന്നതാണ് റോങ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ഡാഷ് ആൻഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് പ്രൈവസി ഇൻ ദെയർ പ്രാക്ടീസസ്. ഓപ്ഷൻ എ, പേഷ്യൻറ്റ് ഹോട്ട്ലൈൻസ്. ബി, വർക്ക് അറൗണ്ട് പ്രൊസീജിയേഴ്സ്. സി, ഫീസ്. ഡി, നോട്ടീസസ് ഓഫ് പ്രൈവസി പ്രാക്ടീസസ്. ഇതിൽ ഏതൊക്കെയാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ പ്രൈവസിയിൽ, അതായത് അവരുടെ പ്രാക്ടീസുകളിലെ പ്രൈവസീനെ റിഗാർഡ് ചെയ്തിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും പിന്നെ ഏതോ ഒരു കാര്യം കൂടി അവർ റെസ്പോൺസിബിൾ ആണ്. വിച്ച് ഇസ് ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. The answer is option D, notices of privacy practices. That is, healthcare providers are responsible for developing notices of privacy practices and policies and procedures regarding privacy in their practices. Next question, a covered entity may obtain consent of the individual to use or disclose protected health information to carry out all but what of the following? A, for public use. B, treatment. C, payment. And D, healthcare operations. Next question, a covered entity may obtain consent of the individual to use or disclose protected health information to carry out all
ബട്ട് വാട്ട് ഓഫ് ദി ഫോളോയിങ്, അതായത് ഒരു കവേർഡ് എൻറ്റിറ്റിക്ക് ഒരു ഇൻഡിവിജ്വലിൻ്റെ കൺസെൻറ്റ് ആവശ്യമാണ് അവരുടെ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസിനെ യൂസ് ചെയ്യാനും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ ഉള്ളത്. അതിൽ ഏത് ടൈപ്പ് ഓഫ് കൺസെൻ്റ് ആണ് ഇവർ വാങ്ങിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഫോർ പബ്ലിക് യൂസ്, ബി ട്രീറ്റ്മെൻറ്റ്, സി പേയ്മെൻറ്റ്, ഓപ്ഷൻ ഡി ഹെൽത്ത് കെയർ ഓപ്ഷൻസ്. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ, ഫോർ പബ്ലിക് യൂസ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷനെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പബ്ലിക് യൂസിന് വേണ്ടി ഡിസ്ക്ലോസ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു കൺസെൻറ്റ് വാങ്ങിക്കേണ്ടതാണ് ഈ കവേർഡ് എൻറ്റിറ്റീസ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. Next question, how many components should be included in an effective compliance plan? ഒരു കംപ്ലയൻസ് പ്ലാൻ ഇഫക്റ്റീവ് ആണെങ്കിൽ അതിൽ എത്ര കമ്പോണൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കണം? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 7 ആൻഡ് ഓപ്ഷൻ ഡി 9. ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 7. 7 കമ്പോണൻറ്റ്സ് ആണ് ഒരു ഇഫക്റ്റീവ് കംപ്ലയൻസ് പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതിൽ ഈ 7 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ കണ്ടക്ടിങ് ഇൻറ്റേർണൽ മോണിറ്ററിങ് ആൻഡ് ഓഡിറ്റിംഗ് ത്രൂ ദി പെർഫോമൻസ് ഓഫ് പീരിയോഡിക് ഓഡിറ്റ്സ്. Second one, implementing compliance and practice standards through the development of written standards and procedures. Third one, designating a compliance officer or contacts to monitor compliance efforts and enforce practice standards. Next one, conducting appropriate training and education on practice standards and procedures. Next one, responding appropriately to detected violations through the investigation of allegations and the disclosure of incidents to appropriate government entities. Next, developing open lines of communication such as discussion at staff meetings regarding how to avoid erroneous or fraudulent conduct, and community bulletin boards to keep practice employees updated regarding compliance activities. And the last one is enforcing disciplinary standards through well publicized guidelines. ഇത് 7 എണ്ണമാണ് ഒരു ഇഫക്റ്റീവ് കംപ്ലയൻസ് പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 7 കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. Next question, according to the AAPC Code of Ethics, members shall use only dash and dash means in all professional dealings. Option A, private and professional. Option B, efficient and inexpensive. Option C, legal and profitable. Option D, legal and ethical. അതായത് AAPCയുടെ കോഡ് ഓഫ് എത്തിക്സിൽ എല്ലാ മെമ്പേഴ്സും എന്തൊക്കെ യൂസ് ചെയ്യണം, അതായത് അവരുടെ പ്രൊഫഷണൽ ഡീലിങ്സിൽ അവർ ഫോളോ ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ലീഗൽ ആൻഡ് എത്തിക്കൽ. All members shall use only legal and ethical means in all professional dealings and shall refuse to cooperate with or condone by silence the actions of those who engage in fraudulent, deceptive or illegal acts. അതായത് വേറെ ആരെങ്കിലും ഇല്ലീഗൽ ആയിട്ടോ ഫ്രോഡ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യരുത്. ലീഗലി ആൻഡ് എത്തിക്കലി മാത്രമാണ് പ്രൊഫഷണൽ ഡീലിങ്സ് ക്യാരി ഓൺ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് AAPCയുടെ കോഡ് ഓഫ് കണ്ടക്റ്റ് പറയുന്നത്. Question, Medicare Part D is what type of insurance? Medicare Part D എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്? ഓപ്ഷൻ എ, എ മെഡിക്കെയർ അഡ്വാൻറ്റേജ് പ്രോഗ്രാം മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഷുറേഴ്സ്. ബി, ഹോസ്പിറ്റൽ കവറേജ് അവൈലബിൾ ടു ഓൾ മെഡിക്കെയർ ബെനിഫിഷ്യറീസ്. സി, പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് കവറേജ് അവൈലബിൾ ടു ഓൾ മെഡിക്കെയർ ബെനിഫിഷ്യറീസ്. ആൻഡ് ഓപ്ഷൻ ഡി, ഫിസിഷ്യൻ കവറേജ് റിക്വയറിംഗ് മന്ത്ലി പ്രീമിയംസ്. The answer is option C, prescription drug coverage available to all Medicare beneficiaries ആണ്. അതായത് പാർട്ട് ഡി കവർ ചെയ്യുന്നത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗിൻ്റെ കവറേജ് ആണ് ഓൾ മെഡിക്കെയർ ബെനിഫിഷ്യറീസിന് ഉള്ളത്. ഇത് തന്നെ പ്രൈവറ്റ് കമ്പനീസ് അപ്രൂവ്ഡ് ബൈ മെഡിക്കെയറും ഈ ഒരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Next question, the 2012 OIG, Office of Inspector General, work plan prioritizes which of the following topics for review? Option A, dystrophic nail care. B, lesion removal. C, E&M services during the global surgery periods. Option D, fracture repair. 2012 ഓഫീസ് ഓഫ് ഇൻസ്പെക്ടർ ജനറലിൻ്റെ വർക്ക് പ്ലാൻ പ്രയോറിറ്റൈസ് ചെയ്തത് ഏതൊക്കെ ഫോളോയിങ് ടോപ്പിക്സിലുള്ളതിൻ്റെ റിവ്യൂ ആണ്. അതായത് താഴെ പറഞ്ഞിട്ടുള്ള സർവീസുകളിൽ ഏതിൻ്റെയൊക്കെ റിവ്യൂ ആണ് 2012 പാസ്സാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് ഓപ്ഷൻ സി, E&M സർവീസസ് ഡ്യൂറിങ് ദ ഗ്ലോബൽ സർജറി പീരീഡ്സ് ആണ്. അതായത് ഗ്ലോബൽ സർജറി പീരീഡ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന E&M സർവീസസിനെയാണ്
നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പറയുന്നത്. Question, what is a NPI? Full form of NPI. Option A, National Payer Incentives. B, National Provider Identifier. C, National Provider Index. Option D, National Payer Identification. And the answer is option B, National Provider Identifier.